സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണ്ണയിക്കുന്ന യൂണിറ്റ്. കാരറ്റ്. രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം. ടെറ്റനി. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി. പാമ്പ്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം. ടൈറ്റൻ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ജെ തോംസൺ. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി. അയണോസ്ഫിയർ. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. ടെക്നീഷ്യം. പാചകവാതകത്തിലെ പ്രധാന ഘടകം. ബ്യൂട്ടേൻ. ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യുന്നത്? വൃക്ക. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം. കാൽസ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി. കാക്ക. പ്രപഞ്ചത്തിൻ്റെ സംരക്ഷിത രൂപം എന്ന പുസ്തകം എഴുതിയതാര്? സ്റ്റീഫൻ ഹോക്കിംഗ്. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി. അയണോസ്ഫിയർ. മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി. ഹമ്മിങ് ബേർഡ്. വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. ശുക്രൻ. ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൾഫ്യൂരിക് ആസിഡ്. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി. ഫാൽക്കൺ. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ടെഫ്ലോൺ. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം. പെരികാർഡിയം. ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി. തൈറോയിഡ്. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു. സാന്തോഫിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പദം ഏത്? കടന്നൽ. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് തെളിയിക്കാൻ സഹായിച്ച ചാന്ദ്രയാനിലെ ഉപകരണം. മൂൺ മിനറോളജി മാപ്പർ. കരളിനെ കുറിച്ചുള്ള പഠനം. ഹെപ്പറ്റോളജി. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്? ലൂസിഫെറിൻ. ഏറ്റവും വേഗത കൂടിയ സസ്തനി. ചീറ്റ. ഏറ്റവും വേഗത കുറഞ്ഞ സസ്തനി. സ്ലോത്ത്. ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം. ഗോതമ്പ്. ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏത്? DNA. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി ചെയ്തത്. ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ. വിറ്റാമിൻ സി. വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം. കാർബൺ ഡൈ ഓക്സൈഡ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ഹൈഡ്രജൻ. നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം. കോർണിയ. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം. കാൽസ്യം. ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു. പച്ചിലക്കറികൾ. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത്? കൽക്കരി. ഇനി നിങ്ങൾക്കായുള്ള ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രണ്ടാമത്തെ ചോദ്യം, 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം. 2 ചോദ്യങ്ങളുടെയും ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.